ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം എഫെസ്യർക്കെഴുതിയ ലേഖനം 2:10. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. എഫെസ്യ ലേഖനം 2:8 മുതലുള്ള വാക്യങ്ങളിൽ രക്ഷ കൃപയാൽ വിശ്വാസം മൂലമാണ് ഒരുവന് ലഭിച്ചിരിക്കുന്നത് എന്ന് നാം വായിക്കുന്നു. പാപിയായ മനുഷ്യന് ന്യായമായും ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്നും വിടുതൽ ലഭിച്ചിരിക്കുന്നു. രക്ഷ ആരംഭിക്കുന്നത് ദൈവകൃപയാലാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ തികച്ചും അനർഹരായ നമ്മൾക്ക് രക്ഷദാനമായി ലഭിച്ചിരിക്കുന്നു. രക്ഷ സ്വായത്തമാകുവാനുള്ള മുഖാന്തരമാണ് വിശ്വാസം. രക്ഷയുടെ മുഴുമഹത്വവും ദൈവത്തിനാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നെഴുതിയിരിക്കുന്നു. ഒരുവന്റെ നല്ല ജീവിതവും പ്രവൃത്തികളും മൂലം മാത്രം ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. രക്ഷയുടെ ഫലം എന്നത് നാം ദൈവത്തിൻ്റെ കൈപ്പണിയായിരിക്കുക എന്നതാണ്. വിശ്വാസികൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. വിശ്വാസ സമൂഹം രക്ഷകനായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ കൈകളാൽ സവിശേഷമായി രൂപപ്പെടുത്തിയവരാണ്. അതായത് പാപജീവിതത്തിൽ നിന്നും വിടുവിച്ച് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാറിയ ജീവിതത്തിൻ്റെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തെളിവാണ് സൽപ്രവൃത്തികൾ. ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി ഓരോ വിശ്വാസിയും കാലാകാലങ്ങളിൽ ക്രിസ്തു മുഖാന്തരം പുതു സൃഷ്ടിയായി തീരുകയും സൽപ്രവർത്തികൾക്കായി നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. നാം സൽപ്രവർത്തികളാൽ രക്ഷിക്കപ്പെട്ടവരല്ല, എന്നാൽ നാം സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പുതിയ സൃഷ്ടിയുടെ ഉദ്ദേശം. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട നാം പ്രവൃത്തിയില്ലാത്തവരാണെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ദൈവത്തിൻ്റെ കൈപ്പണിയായി നാം സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എത്ര മഹത്തരമായ കാര്യമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.